ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണാം. കാരണം നമ്മൾ ഗോൾവേയിൽ താമസിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വ്ളോഗ്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കയറി കാണാം. അപ്പോഴാണ് ഈ വന്നതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളിത് ഇപ്പോൾ ഡൂളിൻ ഫെറിയും അതുപോലെ ക്ലിഫ്സ് ഓഫ് മോഹറും കാണാൻ വേണ്ടി അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ വന്നു. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ എടുത്തിരുന്നത് ക്ലിഫ്സ് ഓഫ് മോഹർ പോകാനുള്ള ഫെറി ആയിരുന്നു. പക്ഷേ ഇന്ന് വെതർ തീരെ മോശമായി. കണ്ടോ, നല്ല ക്ലൗഡിയും നല്ല വിൻഡിയുമാണ്. അതുപോലെ കടൽ അത്യാവശ്യം റഫാണ്. നമുക്ക് അവിടേക്ക് കണ്ടോ തിരമാല അടിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവർ ക്ലിഫ്സ് ഓഫ് മോഹറിലേക്കുള്ള ഫെറി ക്യാൻസൽ ചെയ്തു. പകരം നമുക്ക് ഫ്രീ അപ്ഗ്രേഡ് വന്നു. ഇതിലേക്ക് ഈ ആരൻ ഐലൻഡിലേക്കുള്ള ഫ്രീ അപ്ഗ്രേഡ് നമുക്ക് തന്നു. അപ്പോൾ അതിലേക്ക് ഫെറി പോകുന്നത് 3 മണിക്കാണ്. നമ്മളിപ്പോൾ 2:50 ഓൾറെഡി. നമ്മൾ വണ്ടിയോട് പാർക്ക് ചെയ്തിട്ട് ഇനി ഫെറി കയറാൻ പോവാ. ഞാൻ പറയുന്നത് കാര്യമായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നല്ല കാറ്റുണ്ട്. ഫെറി കയറാൻ പോകാൻ ഈ വഴിയൊന്നും പോകുന്നത് നോക്കി നോക്കാം. ഇവിടെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. ഫുൾ പാർക്കിംഗ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. സ്ഥലങ്ങളുണ്ടെന്നാലും പാർക്ക് ചെയ്യാൻ. നമുക്ക് പോയി നോക്കാം. കടല് റഫാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ലേ. നല്ല തിരമാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഡൂളിൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഫെറി ചെറിയ ഫെറിയാണ്. ഇതിക്കൂടെ പോകുമ്പോൾ എന്താവെന്ന് അറിയില്ല. അത് കണ്ടോ കടല്. ഞാൻ പറയുന്നത് കേൾക്കണ്ടോന്ന് അറിയില്ല. നല്ല കാറ്റായതുകൊണ്ട് നല്ല സൗണ്ടാണ്. നമ്മളിത് ബോർഡിംഗ് ഗേറ്റിലെത്തി. നമ്മളകത്തേക്ക് പോവാ. ചെറുതായിട്ട് ലേറ്റായി. ഈ കാണുന്നതാണ് നമ്മുടെ ഫെറി. ഫെറിയല്ല, ശരിക്കും യോട്ടാണ്. ഇവിടെ തന്നെ കിടന്ന് നല്ല കുലുക്കണ്ട്. ഇത് കയറി കഴിയുമ്പോൾ എന്താവാവോ. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറിയിട്ട് വരാം. കയറാൻ ഇതുപോലെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. കാർഡ്സ് ഇവിടെ മൊത്തം ഉണ്ട്. ഹലോ, നമുക്ക് മുകളിലിരുന്നാ പോലെ ചേട്ടാ. ഓക്കെ, താങ്ക് യു. നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മുകളിലിരിക്കാൻ സ്ഥലങ്ങളുണ്ട്. എവിടെയൊക്കെ ഇരിക്കാൻ സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ നനയുമെന്ന് അവർ പറഞ്ഞു. നമുക്ക് താഴെ പോയി ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വരാം. ഇവിടെ ഇരുന്നാലും അത്യാവശ്യം പുറത്തേക്കുള്ള സംഭവങ്ങളൊക്കെ കാണാം. അകത്ത് ഗ്ലാസ് ഇട്ടതാണ്. കടൽ അത്യാവശ്യം നല്ല റഫാട്ടോ. അവിടെ ബോട്ടെടുക്കാൻ കുറച്ച് സമയം ഉണ്ടാവും. അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു കഫറ്റേരിയ പോലെ ചായയും കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ സ്ഥലമുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഫുൾ ഗ്ലാസ് ഇട്ടതാട്ടോ. അതുകൊണ്ട് കാറ്റടിക്കാതെ അകത്തിരിക്കണമെങ്കിൽ വേണേൽ ഇരിക്കാൻ പറ്റും. കാര്യം കൊണ്ടാ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് എൻട്രി ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റും. കൊച്ചിനെ പിടിച്ചിരിക്കണ്ടില്ല. അയ്യോ, ആൾക്കാരൊക്കെ ഇരിക്കുന്നു. മമ്മി ഇരിക്കുന്നു, ഡാഡി വരുന്നു. ഞാൻ ഒരു വെറ്റാവെന്ന് പറഞ്ഞു. എന്നാലും അതിലാണല്ലോ അതിൻ്റെ ഒരു ത്രില്ല് വരുന്നത്. അതുകൊണ്ട് നമ്മൾ മുകളിലിരിക്കാന്ന് വെച്ചു. No worries. Okay. ഓർമ്മയില്ല, എവിടെ ഇരുന്നോ? ഇപ്പൊ പോയ നാണക്കേടല്ലേ. പുള്ളി പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നനയും, ഡ്രസ്സൊക്കെ മാറേണ്ടി വരുമല്ലോ. പക്ഷെ ഇരുന്ന് നോക്കാം. ഇവിടെ ഇരുന്നാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കുമല്ലോ. അവര് കണക്ട് ചെയ്തിരുന്ന കോണി മാറ്റി വയ്ക്കാണ്. കോണി തിരിച്ചെടുത്ത് വെച്ചു. ബോട്ട് പോകാൻ സമയമായി. കറക്റ്റ് 3 മണി. ബോട്ട് വിടാൻ പോവാ. എന്താവുമെന്ന് കണ്ടറിയേണ്ടി വരും. കാരണം നല്ല കാറ്റും കടൽ അത്യാവശ്യം നല്ല റഫുമാണ്. എന്താവോ. അയ്യോ, അവര് ബോട്ട് കെട്ടഴിച്ചു വിട്ടു ഗൈസ്. ആ ചേട്ടൻ കെട്ടഴിച്ചു വിട്ടു. നമ്മൾ മാത്രമേ ഉള്ളൂ മുകളിൽ. നമ്മൾ 3 പേരും. അവിടെ ഒരു പട്ടിയും 2 ആൾക്കാരും. ഇവിടെ വെച്ച് തന്നെ ബോട്ട് അത്യാവശ്യം നല്ല കുലുക്കുണ്ട്. കെട്ടിയിട്ട സ്ഥലത്ത് തന്നെ. ഇനിയിപ്പോൾ കടലിലേക്ക് പോകുമ്പോൾ എന്താവാവോ കണ്ടു നോക്കാം. All passengers to remain seated until we get past Inishir. If you do need to stand up, please use the railings provided. അങ്ങനെ
നമ്മൾ പിയറിനോട് ടാറ്റ പറഞ്ഞ് ബോട്ട് വിട്ടു ഗൈസ്. നല്ല കാറ്റാണല്ലോ, വിട്ടപ്പോഴേ നല്ല കാറ്റാണ്. ഒന്നും പറന്നു പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആട്ടം ചെറിയ രീതിയിലൊക്കെ ഉണ്ട് കേട്ടോ. ഏതൊരു അപ്പാപ്പ കയറി വരും. പറഞ്ഞേ തിര അടിക്കുന്ന നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് തിരയുണ്ട്. നല്ല കാറ്റും പിടിച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. കടല് നല്ല റഫാണ്, ആടിയടഞ്ഞാണ് നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റാണ്, ഞാൻ പറയുന്നത് കേൾക്കണ്ടോന്ന് അറിയില്ല. നല്ല കാറ്റാ. നമുക്ക് അവിടെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കാണാം. കാറ്റിൽ നോക്കി അവര് മര്യാദയ്ക്ക് നമ്മളോട് പറഞ്ഞത് അമൗണ്ടിരിക്കണ്ട, കാറ്റടിക്കും കാറ്റടിക്കും. പക്ഷെ നമ്മളത് കേട്ടില്ല. ഇതൊക്കെയാണല്ലോ രസം. ആടിയടഞ്ഞാ പോകുന്നത്. ഇതുണ്ടോ കടൽ ഇത്രയും റഫായിരിക്കുമെന്ന് വിചാരിച്ചില്ല. ഇത് കണ്ടോ, ഞാൻ വൈഡ് ആംഗിളത്തിൽ കാണിക്കാം. കടൽ അത്യാവശ്യം നല്ല രീതിയിൽ വേവ്സ് വരുന്നുണ്ടോ, നല്ല തിരയാണ്. ഫോൺ സൂക്ഷിച്ചോൾട്ടാ. ഭഗവാനെ ഒന്നും പോകല്ലേ. വെള്ളം വെള്ളം പോയി കഴിച്ചു. അയ്യോ കുറച്ചോനെ ഇങ്ങനെ കാത്തോണി. ഞാൻ നനഞ്ഞു കൈസ്, വീണ്ടും നനഞ്ഞു. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ കടലിന്റെ ഭീകരത എന്തോരുണ്ടെന്ന് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല ക്യാമറ കൂടെ. കാരണം ക്യാമറ അത്യാവശ്യം സ്റ്റേബിളാണ്. പിന്നെ നമ്മൾ ഈ ബോട്ട് ഇങ്ങനെ ആടിയോലെന്ന് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞ ക്യാമറയുടെ ഇത് സ്ക്രീനൊന്നും കാണുന്നില്ല ഫോണിൽ. ഇതുണ്ടോ, നല്ല റഫാണ്, നല്ല കാറ്റും. ഷിപ്പ് നല്ല രീതിയിൽ പൊക്കിയിട്ടാണ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇത്രയും അഡ്വഞ്ചറസ് ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. മുഖമാണെങ്കിൽ മുഖം മൊത്തം നനഞ്ഞിരിക്കാം. അവര് ഓൾറെഡി പറഞ്ഞു മുകളിലിരുന്ന് കഴിഞ്ഞാൽ നനയും, ഡ്രസ്സ് പിഴിഞ്ഞെടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. താഴെ ഇരുന്ന ആ ഒരു ഫീല് കിട്ടില്ലല്ലോ, മുകളിലിരിക്കണമല്ലോ അതിന്. ഇങ്ങനെയാണ് ഗൈസ് കടല് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റും, മുഖത്തേക്ക് നല്ല രീതിയിൽ വെള്ളം അടിക്കുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കണത് ചാടയാന്ന് വിചാരിക്കരുത്, കണ്ണിലേക്ക് വെള്ളം പോകാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട. ആകെ മുകളിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും താഴെ പോയിരിക്കാം. വെള്ളടിച്ച് എനിക്ക് എണീറ്റൊന്ന് വീഡിയോ എടുക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കൂല. ബോട്ട് നല്ല ആടിവലിയല്ല. വേണ്ട, വായ മൊത്തം ഉപ്പായി. വെള്ളടിച്ചടിച്ച് വായില് മൊത്തം ഉപ്പ് കയറിയേക്കാം. നമ്മള് കടല് വല്ല ശാന്തമാവാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ പോയി താഴെ ഇരിക്കണവരെങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇപ്പൊ പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. ഉപ്പ് വായ പോയിട്ട് ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ, മറ്റേ ഇതുപോലെ ഇപ്പൊ കടല് കുറച്ച് ശാന്തമായിട്ടുണ്ട്. അതെ, ഇവിടെ ഇവരൊക്കെ ജാക്കറ്റ് ഇട്ടിരിക്കണം, ഞാൻ മാത്രം ജാക്കറ്റ് ഇടാതെ. ഇത് കണ്ട കുട്ടി മാത്രം ഇട്ട്. അവര് പറഞ്ഞത് ശരിയാ, പിഴിഞ്ഞെടുക്കേണ്ടി വരും മിക്കവാറും. അത് കണ്ട പാൻറ്റും ഫുൾ നനഞ്ഞ് കുടിച്ചു കൈ. നമുക്ക് താഴെ പോയി നോക്കാവുന്നത്, പക്ഷെ ഇത്രയും നനയൊന്നും പ്രതീക്ഷിച്ചില്ല. കാണുന്ന കൈസ്, ആ കാണുന്ന ഐലൻഡിലേക്കാന്ന് തോന്നുന്നു നമ്മൾ പോണേ. പക്ഷെ അവിടെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് ഈ കാറ്റത്തും. അവിടെ റൺവേയോ കാര്യങ്ങളോ എന്തോ ഉണ്ട്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനെന്തോ പോകുന്നു. ഇപ്പോൾ എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ ഫ്ലൈറ്റ് ATR ഫ്ലൈറ്റ് ആണ് കിടപ്പുണ്ട് അവിടെ.
എനിക്ക് ഗ്ലാസ്സിൽ മൊത്തം വെള്ളമായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ക്യാമറയിലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകണമെന്നോ? അപ്പോൾ കടൽ അത്യാവശ്യം ശാന്തമായത് ആ ഐലൻഡിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത്. ഫ്ലൈറ്റ് കാണുന്നുണ്ടോ? ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. നല്ല കാറ്റായിരുന്നു ഇത്രയും നേരം, പക്ഷെ ഇപ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഈ ഐലൻഡിലേക്ക് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട്. ചെറിയൊരു എയർപോർട്ടായിരിക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത്. ഫ്ലൈറ്റ് ഐലൻഡ് അപ്പം അത്യാവശ്യം കടല് ശാന്തമായി. ബോട്ടിൻ്റെ വ്യൂ മാത്രമേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ നമുക്ക് എണീറ്റിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നേരത്തെ എണീറ്റിരിക്കാൻ ഒരു രക്ഷയുണ്ടായില്ല. പിടിച്ചിരുന്നത് കണ്ടോ? കുളിച്ചു, വെയില് മൊത്തം കുളിച്ചു. ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കണുണ്ടോ? കുളിച്ച്. നമുക്ക് താഴെ പോയി നോക്കാം. താഴെ എന്തായി അവസ്ഥ എന്ന് നോക്കിയിട്ട് വരാം. ഡാഡി മമ്മിയും അവരൊക്കെ താഴെ വീഴാതെ താഴെ പോയാടിയായിരുന്നു. നോക്കട്ടെ എന്താവും. ഹലോ, അവരെന്ത് ചെയ്യേ? ഫ്രണ്ടില്ല? അവര് ഫ്രണ്ടില്ല? ഒരു ഇവര് നനയാതിരുന്നു, നമ്മൾ നനഞ്ഞ് കുളിച്ചിരുന്നു. കൈ മമ്മി എങ്ങനെയുണ്ട് നോക്കട്ടെ. എങ്ങനെയുണ്ട്? നനഞ്ഞ് കുളിച്ചു കൈ. അകത്തിരുന്ന് കഴിഞ്ഞാൽ ആരും നനഞ്ഞില്ല കേട്ടോ. അവിടെ അകത്ത് നിൽക്കുന്ന എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിരിപ്പുണ്ട്. വേണ്ട, നമ്മൾ മാത്രം മുകളിലിരുന്ന് നനഞ്ഞോളൂ. ചുണ്ടൊക്കെ വെള്ളമടിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്തോ പോലെയായി. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല. ഇവിടെ സ്റ്റാഫിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ ഇരിക്കാനും സ്ഥലമില്ല എന്ന് തോന്നുന്നു. ആൾക്കാർ പട്ടിണിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഏകദേശം എത്താറായി. കൊള്ളാം, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ വരാണെങ്കിൽ എന്തായാലും ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ പിയറിലെത്തി കഴിച്ചത്. അവിടെ ഡൂലിൻ്റെ വേറൊരു ഫെറി കിടക്കണം. അവിടെ അടിപൊളി ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബ്ലൂ സീ ആട്ടോ ഇവിടെ. ഇറങ്ങിക്കഴിയുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് വീണ്ടും മുകളിലേക്ക് പോവാം. അവിടേക്ക് പോകാനായിട്ട് അവർ മുകളിലിരിക്കാം. നമുക്ക് അവിടെ പോയിട്ട് വരാം. അല്ല, സോറി, സീ ഇവിടെ അത്യാവശ്യം നല്ല ബ്ലൂ കളറാണ്. ക്യാമറ കൂടെ എന്തോരം കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ നല്ല അടിപൊളി ഒരു ബീച്ചുണ്ട്, സാൻഡ് ബീച്ചാണ്. കൊള്ളാം. മുകളിലിരുന്ന് റെക്കോർഡ് ചെയ്തതില് വെള്ളം വീഴും. മുകളിലിരുന്ന് റെക്കോർഡ് ചെയ്തതില് വെള്ളം സ്ക്രീനിലേക്ക് വന്നുകൊണ്ട് തന്നെ ഫോക്കസ് ആവുകയും ചിലപ്പോൾ വീഡിയോ ഒക്കെ തന്നെ നിന്ന് പോവായിരുന്നു. അതുകൊണ്ട് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മുകളിൽ വന്നിട്ട് ഫുൾ നനഞ്ഞു കൈ. അണ്ടകടാകം വരെ നനഞ്ഞു പോയി. നമ്മൾ വന്ന പോലത്തെ ഫെറി വേറെ ഒരെണ്ണം വരുന്നുണ്ട്, ഡൂളിൻ ഫെറി. ഇതുപോലത്തെ ഫെറിയിലാണ് നമ്മൾ വന്നത്. ഓഫർ വഴങ്ങി ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ലായിരുന്നു കേട്ടോ. ശരിക്കും ഇവിടെ തന്നെ വന്നായിരുന്നു. കടല് റഫായതും ഇതുപോലൊരു എക്സ്പീരിയൻസ് കിട്ടിയതും അടിപൊളിയായിരുന്നു. നിങ്ങളെങ്ങാനും കൊണ്ട് വരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്യണം. അടിപൊളിയാണ്. അത് കടൽ ഇതുപോലെ റഫായിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ചുണ്ടൊക്കെ എന്തോ പോലെ. നമുക്ക് തിരിച്ചിറങ്ങിപ്പോവാം. ഇവിടെ ഈ ഐലൻഡിൽ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും. ആൾക്കാർ ഇത് കണ്ടോ ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട്. താമസിക്കണമെങ്കിൽ ഇവിടെ താമസിക്കാനൊക്കെ പറ്റും. താങ്ക് യു. അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇവിടെ കറങ്ങിയിട്ട് തിരിച്ച് ഇതുപോലെ തന്നെ പോകും. ചെറിയൊരു വിഷമമുണ്ട് ഇതുപോലെ പോകുമെന്ന് പറഞ്ഞില്ലേ. ഇത് കണ്ടോ, നമ്മൾ വന്ന പോലത്തെ വേറൊരു ഫെറി, DoolinFerry.com. നമ്മൾ നേരെ അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തത്. അത് 3 ഇതുകൾ വരുന്നുണ്ട്. ഒന്ന് ഈ ഐലൻഡിലേക്ക്, ആർൺ ഐലൻഡിലേക്കുള്ള ഫെറി ഉണ്ട്. ക്ലിഫ്സ് ഓഫ് ഓഹറിലേക്ക് മാത്രമായിട്ടുണ്ട്. ക്ലിഫ്സ് ഓഫ് ഓഹറും ഈ ആർൺ ഐലൻഡും കമ്പൈൻ ചെയ്തിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് വ്യത്യാസം വരും. ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തന്നെ അത് നോക്കിയെടുക്കാം. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. കടൽ ഇത്രയും റഫായതുകൊണ്ടാണോ എന്നറിയില്ല, വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരെല്ലാവരും അകത്തിരുന്നോണ്ട് ഇവർക്ക് കാര്യമായിട്ട് നനയേണ്ടി വന്നില്ല. ഞങ്ങൾ 3 പേര് വരുന്നു, മുകളിലിരുന്ന് നനഞ്ഞ്. കാറ്റൊക്കെ അടിക്കുമ്പോൾ തണുത്ത് കളിക്കുന്നു. ഇവരെല്ലാവരുടെയും ജാക്കറ്റ് ഉണ്ട്, എൻ്റെ മാത്രം ജാക്കറ്റ് ഇല്ലാത്തുള്ളൂ.
കൊച്ചിന്റെ ജാക്കറ്റ് എനിക്ക് പാകാവില്ലല്ലോ. പക്ഷെ കൊള്ളായിരുന്നോട്ട് ഹോളിലിരിക്കണ്ട്. നമുക്കിനി ഐലൻഡിൽ ഇറങ്ങാൻ പോവാം. ഐലൻഡിൽ എന്തൊട്ടൊക്കെ ഉള്ളതെന്ന് അറിയില്ല, നോക്കി നോക്കാം.